യെസ് സാജു, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട്. നിലമ്പൂർ മേഖലയിൽ എങ്കിലും പി വി അൻവറിന് വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ വയ്യ. പല പഞ്ചായത്തുകളും പി വി അൻവർ അവിടെ MLA ആയതിനു ശേഷം, ഇടതുപക്ഷ MLA ആയതിനു ശേഷം UDF കൈവശമുള്ള പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ വരെ അൻവറിന് സാധിച്ചിട്ടുണ്ട്. അതിൽ ചില പഞ്ചായത്തുകൾ അദ്ദേഹം LDF നിന്ന് വിട്ടുമാറിയ ശേഷം UDF എത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഒരു സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന് UDF കരുതുന്നില്ലേ? അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല പി വി അൻവറുമായുള്ള ചർച്ചകളെ ഇപ്പോഴും UDF നേതൃത്വം കാണുന്നത്. അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുൻനിർത്തിയുള്ള തലത്തിലാണ് ഇത്തരം ചർച്ചകളെ അവർ നോക്കിക്കാണുന്നത്. അവിടെയാണ് പി വി അൻവർ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുള്ളത്. മാത്രമല്ല UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്ന ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ പ്രസ്താവനകൾ നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ നടത്തി. പിന്നീട് ആ സ്ഥാനാർത്ഥിക്കെതിരെ കൂടിയാണ് പി വി അൻവർ മത്സരിച്ചത് എന്നത് വസ്തുതയാണ്. ആ ഒരു ഘട്ടത്തിൽ വേഗം അൻവറിനെ ചേർത്ത് പിടിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് VD സതീശൻ സംസാരിക്കുകയും അതിനു മറ്റുള്ളവരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് പി വി അൻവർ കീഴടങ്ങി നിരുപാധികം ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും മുന്നോട്ട് വയ്ക്കാതെ വന്നാൽ ചർച്ചകൾ തുടങ്ങാം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നത്. നൗഫൽ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അത് UDF സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പലയിടങ്ങളിലും പ്രാദേശികമായ കൂട്ടുകെട്ടുകൾ UDF ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ അതിനെയൊന്നും ഒരു അവകാശവാദം ഉന്നയിക്കുന്ന അർത്ഥത്തിലേക്കുള്ള ചർച്ചകളാക്കി ഭാവിയിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും UDFന്റെയും ഇപ്പോഴത്തെ ലീഡർഷിപ്പ് അത്തരം ഏതെങ്കിലും അവകാശങ്ങൾ പി വി അൻവറിന് ഭാവിയിൽ വകവെച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പരിപാടിക്ക്, ഒരു ഏർപ്പാടിന് അവർ തയ്യാറല്ല എന്ന സൂചനകൾ കൂടിയാണ് ഇതിനകത്തുനിന്ന് നൽകുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ അധ്യായം അടച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന നേതാക്കൾ പോലും ഇപ്പോൾ ചർച്ചകൾ വേണ്ടതില്ല എന്ന സമീപനത്തിലേക്ക് മാറിയിരിക്കുന്നത് എന്നാണ് വസ്തുത. ഇതിന് അടിസ്ഥാനം പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും നീക്കുപോക്കുകൾ നടത്താതിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അവിടെ ചില നീക്കുപോക്കുകളൊക്കെ ആയേക്കാം. പക്ഷേ പി വി അൻവറിനെ UDFന്റെ ഭാഗമാക്കുന്നതിൽ ഇപ്പോൾ ഒരു വിധത്തിലുള്ള ചർച്ചകളും ഓപ്പൺ ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അപ്പോഴും ലീഗിന്റെ സമീപനം മലപ്പുറം അടക്കമുള്ളിടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. നൗഫൽ. യെസ്, പി വി അൻവറിന് മുന്നിൽ തൽക്കാലം വാതിലുകൾ തുറക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കാണ് UDF പോയിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് KR സാജുവും ധനസുമുദും നൽകിയത്.